അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഈ കാണുന്ന ഈ ചെടിയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് ഫിറ്റോണിയ എന്നാണേ. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് കൂടെയാണ്. അപ്പോൾ നമ്മളിന്നത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ ഫിറ്റോണിയ പല കളറിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ രണ്ടെണ്ണം ഉണ്ട്. ഈ ഒരു ഗ്രീനും അതുപോലെ ഇപ്പോൾ കാണിച്ച റെഡ് കളറും. അപ്പോൾ ഇതിന് നെർവ് പ്ലാന്റ് എന്നോട് ഒരു പേരുണ്ട് കേട്ടോ. കാരണം അതിൻ്റെ ആ വൈറ്റ് കളറിൽ നെർവ് പോലത്തെയുള്ള അടയാളങ്ങൾ കാണാമല്ലോ. അതുതന്നെയാണ് ഇതിന് നെർവ് പ്ലാന്റ് എന്ന് പേര് വരാനൊരു കാരണം കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പം ചെറിയൊരു ഗ്രോ ബാഗിൽ 2 പീസ് നട്ട് നോക്കിയതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3-4 ദിവസമേ ആയിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ നല്ലോണം പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്നത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നിൽക്കുന്നത് കണ്ടിട്ട് വരാവേ. അപ്പോൾ നമ്മുടെ ചെറിയൊരു വിത്തൊക്കെ മുളപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു പോട്ടി മിക്സ് ആയിട്ട് എടുത്തേക്കുന്നത് ചകിരിച്ചോറ് ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചാണകപ്പൊടിയും അതുപോലെ കുറച്ച് മണലുമാണ് എടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഹാങ്ങിങ് ബോട്ടിലായിട്ടാണ് നടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം അതിൻ്റെ ഹോൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ഓടും കഷ്ണങ്ങൾ വെച്ച് അടയ്ക്കുവാണ്. അപ്പോൾ നമ്മുടെ പോട്ടി മിക്സ് ആയിട്ട് മണ്ണ് വേണമെന്നില്ല കേട്ടോ. ചകിരിച്ചോറ് മാത്രം ഉണ്ടെങ്കിലും ഈ ഒരു പ്ലാന്റ് നല്ലോണം ആക്റ്റീവായിട്ട് പിടിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ പോട്ടി മിക്സ് നമ്മൾ പകുതിയോളം നിറച്ചിട്ട് നമ്മുടെ പ്ലാന്റ് പോട്ടിൽ നിന്ന് വേർപെടുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വേരും കാര്യങ്ങളൊക്കെ അത് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് മണ്ണോ വേറെ വളങ്ങളോ ഒന്നും അവർ യൂസ് ചെയ്തിട്ടില്ല. ചകിരിച്ചോറ് മാത്രമേ ഉള്ളൂ കേട്ടോ. നോക്കുമ്പോൾ നമുക്ക് കാണാവേ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നമ്മുടെ പ്ലാന്റ് ജസ്റ്റ് ഒന്ന് വേർപെടുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ 7 പ്ലാന്റുകളുണ്ട് ഇതിൻ്റെ അകത്ത്. ഇനി അടുത്തായിട്ടൊരു കുറച്ച് സ്പേസ് ഒക്കെ ഇട്ട് നമ്മൾ ഈ പ്ലാന്റ് നേരെ നട്ട് വെച്ചാൽ മതി കേട്ടോ. നമുക്കൊരു ഡിസൈനിലൊരു രീതിയിൽ നട്ടാൽ മതി. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മണ്ണൊക്കെ മാറ്റി നിറക്കി വെച്ച് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഈ ഒരു പോട്ടി നിൽക്കുമ്പോൾ തന്നെ ഇത് കാണാൻ നല്ലൊരു സ്റ്റൈലാണ് കേട്ടോ. അതുകൊണ്ട് ആ ഒരു നോഡിൽ നിന്നൊക്കെ ഇനി പുതിയതായിട്ട് തൈകളൊക്കെ വരേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ കെയറിങ്ങിലേക്ക് വരുമ്പം നമ്മളതിന് ഓവറായിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കില്ല കേട്ടോ. നമ്മുടെ ഫിംഗർ ടിപ്പ് മെത്തേഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലേ നമ്മൾ നനച്ച് കൊടുക്കാവുള്ളൂ. എപ്പോൾ മണ്ണ് ഡ്രൈ ആയി തുടങ്ങുന്നോ ആ ഒരു ടൈമിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇല ചെറുപ്പിലൊക്കെ വാടി കിടക്കുന്ന കാണാം. ആ ഒരു ടൈമിലും നല്ലോണം വാട്ടറിങ് ചെയ്യണം. പിന്നെ നമ്മുടെ ചകിരിച്ചോറായതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ വാടാൻ ചാൻസും കുറവാണ് കേട്ടോ. വെള്ളം ഇങ്ങനെ പിടിച്ച് നിർത്തിക്കോളുമല്ലോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്നിടത്ത് ഒരു കാരണവശാലും ഈ പ്ലാന്റ് വെക്കില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അത് ഇലയൊക്കെ കരിഞ്ഞു വാടി പോകും. അപ്പോൾ നമ്മളൊരു ബ്രൈറ്റായിട്ട് ലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ഈ ടെറേറിയംസ് ഒക്കെ ഉണ്ടാക്കുമ്പം അതിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് ഒരു പ്ലാന്റ് ആണിത് കേട്ടോ. ക്ലോസ് ടെറേറിയം ആണെങ്കിലും ഓപ്പൺ ആണെങ്കിലും രണ്ടിലും ഇത് സർവൈവ് ചെയ്തോളും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇടാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഇട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.